ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമുക്ക് 10th ലെവൽ പ്രിലിംസിനുള്ള റിവിഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് അതിനകത്ത് കുറച്ച് GK നോക്കാം. അടുത്തിടെ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ആരാണ്? ഡേവിഡ് ബെക്കാം ആണ്. അടുത്തിടെ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് ഡേവിഡ് ബെക്കാം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം. ആശയവിനിമയ രീതിയായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ അടുത്തിടെ കൈവരിച്ച നേട്ടം എന്താണ്? വൈദ്യുത കാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായ പ്രോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിട്ടുള്ള പരീക്ഷണം വിജയമായതാണ്. ആശയവിനിമയ രീതിയായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ അടുത്തിടെ കൈവരിച്ച നേട്ടമാണ് വൈദ്യുത കാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായ പ്രോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിട്ടുള്ള പരീക്ഷണ വിജയം. 2024 പാരാലിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? നവ്ദീപ് സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നവ്ദീപ് സിംഗ്. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട് ആണ്. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാടും വയനാടും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, വയനാട്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അതിൻ്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത്. സാമൂഹിക ക്ഷേമ പദ്ധതികൾ. പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്തുന്നതിനുള്ള ചെലവിന് പരമാവധി 30,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. എന്നാൽ വാർഷിക വരുമാനത്തിൽ 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കും പെൺമക്കൾക്കും 30,000 രൂപ വരെ ധനസഹായം, വിവാഹത്തിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ശ്രുതി തരംഗം ബധിരരും മൂകരുമായ 5 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം 2,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. 2 തവണ അവർക്ക് ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതാണ്. അവരുടെ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയായിരിക്കുകയും വേണം. വനിതാ മിത്രം കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾക്കായി കെപ്കോ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അങ്ങനെയുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് 10 കോഴിയും 1 കിലോ തീറ്റയും മരുന്നും നൽകുന്ന പദ്ധതിയാണ് വനിതാ മിത്രം. ഇനി നമുക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ഭാഗം നോക്കാം. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഡൊബറൈനർ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഡൊബറൈനർ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആന്റിമണി, ടെലൂറിയം, പൊളോണിയം, ആസ്റ്ററ്റീൻ എന്ന് പറയുന്നത് ഉപലോഹങ്ങൾക്ക് ഉദാഹരണമായവയാണ്. വിവിധ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജലം സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കാവൻഡിഷ് ആണ്. ജലം സംയുക്തമാണ് എന്ന് തെളിയിച്ചത്. ജലത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും ഓക്സിജൻ ആറ്റങ്ങളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2:1 ആണ്. H2O എന്നാണ്. പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക്
പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് പറയുന്നത്. IUPAC ആണ് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത്. 1919 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഇതിന്റെ ആസ്ഥാനം. 1919 ഇത് സ്ഥാപിതമായത്. ഏഷ്യയിൽ ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് ജപ്പാനാണ്. ജപ്പാൻ കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം. ഏഷ്യയിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയതാണിത്. ആവർത്തന പട്ടികയുടെ പിതാവായി നമ്മൾ പിതാവാരാണ്? ദിമിത്രി മെൻഡലിയേഫ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചിരുന്നു. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേഫ്. മോഡേൺ ആവർത്തനിക പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിമിത്രി മെൻഡലിയേഫ് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലും മോസ്ലി ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ക്രമത്തിലുമാണ് ആവർത്തന പട്ടിക നിർമ്മിച്ചത്. അതിൽ 7 പിരീഡുകളും അതുപോലെ 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ SPDF എന്നുള്ള ബ്ലോക്കുകളും നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആറ്റോമിക് നമ്പർ 92 മുകളിൽ വരുന്ന കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങളെയാണ് സിന്തറ്റിക് മൂലകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. അതിന്റെ ആറ്റോമിക നമ്പർ 43 ആണ്. റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ലാന്തനോയിഡ് ആണ്. നമ്മൾ ഇന്നലെ ലാന്തനോയിഡും ആക്ടിനോയിഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിനോയിഡുകൾ ആവർത്തനിക പട്ടികയിലെ പിരീഡ് 7 ഉണ്ടാവുക. ഏതിലാണ്? പിരീഡ് 7 ആക്ടിനോയിഡുകൾ ഉണ്ടാകുന്നത്. വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയമാണ്. പച്ച നിറത്തിന് ബേരിയം. അതുപോലെ വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നതാണ് സ്ട്രോൺഷ്യം. ചുവപ്പ് നിറം സ്ട്രോൺഷ്യം. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നതാണ് സോഡിയം. മഞ്ഞ നിറത്തിന് സോഡിയം. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നതാണ് സ്ട്രോൺഷ്യവും സോഡിയവും. വെടിമരുന്ന് കത്തുമ്പോൾ നീല നിറം ലഭിക്കാനായി ചേർക്കുന്നതാണ് കോപ്പർ. തിളക്കമുള്ള ചുവപ്പ് നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സ്ട്രോൺഷ്യം എന്ന് പറയുന്നത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് മാഗ്നീഷ്യം, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഏതൊക്കെയാണ്? മാഗ്നീഷ്യം, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്നിവയാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത്. എല്ലുകളിലും പല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യമാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും രോഗങ്ങളും നോക്കാം. ഫ്ലൂറൈഡ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അമിതമായ ഫ്ലൂറൈഡ് ശരീരത്തിൽ എത്തുന്നത് മൂലം എല്ലുകളിലും അതുപോലെ പല്ലുകളിലും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറൈഡ്, ഫ്ലൂറോസിസ്. സിലിക്ക, സിലിക്കോസിസ്. കല്ല്, മണ്ണ് അതുപോലെ മറ്റു വസ്തുക്കൾ എന്നിവയിൽ കാണപ്പെടുന്ന ക്രിസ്റ്റലിൻ സിലിക്കപ്പൊടി അമിതമായി ശരീരത്തിൽ എത്തുന്നത് മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ്. അപ്പോൾ ശ്വാസകോശ രോഗമാണ് ഇത് സിലിക്കോസിസ് എന്ന് പറയുന്നത്. മെർക്കുറി, നമുക്കറിയാലോ, മീനമാതാ രോഗം. വ്യാവസായിക മാലിന്യത്തിൽ നിന്നുള്ള മീഥേൻ മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം പറയുന്നത്. ഇങ്ങനെ വ്യാവസായിക മാലിന്യത്തിൽ നിന്നുള്ള മീഥേൻ മെർക്കുറി വിഷബാധ മൂലം മീനമാതാ രോഗം ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലെ മീനമാതാ സിറ്റിയിലാണ്. 1956 അടുത്തത് ലെഡ് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. അമിതമായ ലെഡിന്റെ ഉപയോഗം മൂലം തലച്ചോറിനെയും അതുപോലെ കിഡ്നിയെയും എല്ലുകളെയും ബാധിക്കുന്ന മാരക രോഗമാണ് പ്ലംബിസം എന്ന് പറയുന്നത്. ഇതായി രോഗം കാഡ്മിയം മൂലമുള്ളതാണ്. കാഡ്മിയം, ഇതായി രോഗം. വ്യാവസായിക പ്രവർത്തനങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്ന കാഡ്മിയം എന്ന മൂലകം അമിതമായി ശരീരത്തിലെത്തുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഇതായി എന്ന് പറയുന്നത്. അടുത്തത് കോപ്പർ മൂലമുണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം എന്ന് പറയുന്നത്. ശരീരത്തിൽ കോപ്പർ അടിഞ്ഞുകൂടാൻ കാരണമാവുന്ന അപൂർവ ജനിതക വൈകല്യമാണിത്. അപ്പോൾ വിൽസൺസ് രോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക വൈകല്യമാണ്. ഇത് കരൾ, തലച്ചോറ്, കണ്ണുകൾ, മറ്റ് അവയവങ്ങൾ എന്നിവയെ തകരാറിലാക്കുകയും ചെയ്യും. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് സാധാരണയേക്കാൾ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോകലീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മൂലകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബയോളജിയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ശരീര ചലനങ്ങളെയാണ് ഐച്ഛിക ചലനങ്ങൾ. ഇഷ്ടാനുസരണമാവുമ്പോൾ ഐച്ഛിക ചലനങ്ങളും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ശരീര ചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികൾ
അവയെയാണ് അസ്ഥിപേശികൾ എന്ന് പറയുക. കുറുകിയ വരകൾ കാണപ്പെടുന്നതിനാൽ തന്നെ ഇവയെ രേഖാങ്കിത പേശി എന്ന് പറയും. അപ്പൊ അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് അസ്ഥിപേശി. കുറുകിയ വരകൾ കാണപ്പെടുന്നതിനാൽ ഇവയെ രേഖാങ്കിത പേശി എന്നും പറയുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതും സിലിണ്ടർ ആകൃതിയിലുമുള്ള കോശങ്ങളാൽ നിർമ്മിതമായ പേശികളാണ് അസ്ഥിപേശികൾ എന്ന് പറയുന്നത്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതാണ് മിനുസ പേശികൾ എന്ന് പറയുന്നത്. കുറുകെ വരകളില്ലാത്തതിനാൽ രേഖാശൂന്യ പേശി എന്നും മിനുസ പേശികൾ അറിയപ്പെടുന്നു. ഇതിന്റെ ആകൃതി സ്പിൻഡിൽ ആകൃതിയാണ്. നമ്മൾ പറഞ്ഞു അസ്ഥിപേശികൾ അതിന് സിലിണ്ട്രിക്കൽ ആകൃതിയാണെന്ന് പറഞ്ഞു. മിനുസ പേശികൾക്ക് സ്പിൻഡിൽ ആകൃതിയാണ്. അങ്ങനെയുള്ള കോശങ്ങളാൽ നിർമ്മിതമായതാണ് മിനുസ പേശികൾ എന്ന് പറയുന്നത്. ആമാശയം, ചെറുകുടല് തുടങ്ങിയ ആന്തരികാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസ പേശികളിൽ. ഹൃദയത്തിൽ കാണപ്പെടുന്നതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതുമായ പേശികളാണ് ഹൃദയപേശികൾ എന്ന് പറയുന്നത്. കുറുകെ വരകളുള്ളതും ശാഖകളായി പിരിഞ്ഞ കോശങ്ങളുമുള്ള പേശികളാണ് ഹൃദയപേശികൾ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനം അനുസരിച്ച് നമ്മൾ അസ്ഥികളെ രണ്ടായി തരംതിരിക്കുന്നു. അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം എന്നും. നമുക്കറിയാം മൊത്തം 206 അസ്ഥികളാണുള്ളത്. അതിൽ അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളാണുള്ളത്. തലയോട്ടിൽ 29, മാറല് 1, വാരിയല് 24, നട്ടല് 26 എന്നിങ്ങനെയാണ് അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ആണ്. തോൾവലയം 4, കൈകൾ 60, ശ്രോണി വലയം 2, കാലുകൾ 60. 2 കൈയും 2 കാലും കൂട്ടിയിട്ടാണ് 60 എന്ന് പറയുന്നത്. ഇതാണ് അനുബന്ധാസ്ഥികൂടങ്ങളിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. പേശിക്കുള്ളിൽ അസ്ഥികൂടം കാണപ്പെടുന്നതാണ് അക്ഷാസ്ഥികൂടം. പേശിക്കുള്ളിൽ അസ്ഥികൂടം കാണപ്പെടുന്നതാണ് ആന്തരികാസ്ഥികൂടം എന്ന് പറയുന്നത്. വെളിയിൽ കാണപ്പെടുന്നതാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. പേശിക്കുള്ളിൽ അസ്ഥികൂടം കാണുന്നതിന് ജീവികളിൽ നട്ടലുള്ള ജീവികളിലാണ് പേശിക്കുള്ളിൽ അസ്ഥികൂടം കാണപ്പെടുന്നത്. ഇല്ലാത്ത ജീവികളിലാണ് വെളിയിൽ അസ്ഥികൂടം കാണപ്പെടുന്നത്. മനുഷ്യനിൽ ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണമായി വരുന്നത് നഖവും മുടിയുമാണ്. മനുഷ്യര് ബാഹ്യാസ്ഥികൂടത്തിന് ബാഹ്യാസ്ഥികൂടമായി കാണപ്പെടുന്നത് എന്താണ്? നഖവും അതുപോലെ മുടിയുമാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനങ്ങൾ ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ് എന്നറിയപ്പെടുന്നത്. മിനിറ്റിൽ 72 തവണയാണ് ഈ ഹൃദയമിടിപ്പിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ഓരോ തവണ ഹൃദയം സങ്കോചിപ്പിക്കുമ്പോഴും 70 മില്ലിലിറ്റർ, ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം സിസ്റ്റോളിക് പ്രഷറും എന്നും. അത് 120 mmHg ആണ്. അതുപോലെ ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയുന്നു. സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം സിസ്റ്റോളിക് പ്രഷറും, ഹൃദയം പൂർണ്ണമായി വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ 120 mmHgയും ഡയസ്റ്റോളിക് പ്രഷർ 80 mmHgയുമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്കാണ് 120/80 mmHg എന്ന് പറയുന്നത്. ഇത് കൂടുമ്പോൾ അതിനെ അതിരക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു. ഉപ്പും കൊഴുപ്പും എന്നിവയുടെ അതുപോലെ പുകവലി, വ്യായാമക്കുറവൊക്കെ കാരണമാണ് ഈ അതിരക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. ഇത് കുറയുമ്പോഴുള്ള അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷൻ എന്നിവയൊക്കെ കറക്റ്റായി നിയന്ത്രിച്ചില്ല പറഞ്ഞാൽ ഈ പക്ഷാഘാതം, അതുപോലെ സ്ട്രോക്ക്, പക്ഷാഘാതത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയാം, ഹൃദയാഘാതം എന്നീ അസുഖങ്ങൾ ഉണ്ടാകും. ഓക്കെ, അടുത്ത നമുക്ക് ഇനി ഫിസിക്സിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും അളവുകളെ കുറിച്ചാണ് പറയുന്നത്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. പരിമാണത്തോടൊപ്പം ദിശകൾ കൂടി പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് സ്ഥാനാന്തരം, പ്രവേഹം, ബലം എന്നിവ. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്നറിയപ്പെടുന്നത്. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം എന്നറിയപ്പെടുന്നത്.
തന്മാത്രകളുടെ യാഥാർത്ഥ്യത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്നറിയപ്പെടുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്നവയെ സുചാലനങ്ങൾ എന്നറിയപ്പെടുന്നു. താപം വിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ, കുചാലകങ്ങൾ. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ സുചാലകങ്ങൾ, താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. സുചാലകങ്ങൾക്ക് ഉദാഹരണമാണ് വെള്ളി, ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം. കുചാലകങ്ങൾക്ക് ഉദാഹരണങ്ങളുമാണ് മരക്കഷ്ണം, പേപ്പർ, റബ്ബർ എന്നിവ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്നറിയപ്പെടുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും പ്രധാനമായും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനത്തിലൂടെയാണ്. അപ്പോൾ ദ്രാവകം, വാതകം എന്നിവയിൽ സംവഹനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനമാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, വെള്ളി, ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം ഒക്കെ. അപ്പോൾ അത് ചാലനമാണ്. ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപം പ്രേഷണം ചെയ്യപ്പെടാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതിയാണ് വികിരണം എന്നറിയപ്പെടുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു ചാലനത്തിനും സംവഹനത്തിനും ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞു. വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. അതിനുദാഹരണമാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത്. തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതെല്ലാം. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അതിലെ ദ്രാവകം മെർക്കുറിയാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ താപനില 1K വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവ് അറിയപ്പെടുന്നത് വിശിഷ്ട താപധാരിത എന്നാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. അപ്പൊ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില 1K വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവ് അറിയപ്പെടുന്നതാണ് വിശിഷ്ട താപധാരിത. അത് ഏറ്റവും കൂടുതലുള്ളത് ജലത്തിലാണ്. ഈ ജലത്തിന്റെ വിശിഷ്ട താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത്. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്നതിന് ഉള്ള പ്രതിഭാസം അറിയപ്പെടുന്നതാണ് താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിപ്പിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം എന്നറിയപ്പെടുന്നത്. ഇത് കൂടുതലായി അനുഭവപ്പെടുന്നത് വാതകാവസ്ഥയിലാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരാവസ്ഥയ്ക്കാണ്. കൂടിയ തോതിൽ വാതകാവസ്ഥയ്ക്കും കുറഞ്ഞ തോതിൽ ഖരാവസ്ഥയ്ക്കുമാണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും കുറഞ്ഞ വ്യാപ്തവുമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടിയ സാന്ദ്രത, കുറഞ്ഞ വ്യാപ്തം 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ് നെട്ടേറ്റ മാമ്പഴം താഴെ വീഴുന്നത്, കൃത്രിമ ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്നത്, മഴത്തുള്ളികളുടെ ചലനമെല്ലാം ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. സാർവത്രിക ഭൂഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിന്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവയെല്ലാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നതാണ് മാസ് എന്ന് പറയുന്നത്. മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം കൂടും. മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കൂടും. രണ്ട് വസ്തുക്കളെ മാസ് ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എന്താവും? 4 ഇരട്ടിയാകും. രണ്ട് വസ്തുക്കളെ മാസ് ഇരട്ടിയാക്കിയാൽ അവയിൽ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര ഇരട്ടിയാവും? 4 ഇരട്ടിയാവും. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4ൽ 1 കുറയും. ഭൂമി എല്ലാ വസ്തുക്കളും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ ഗുരുത്വാകർഷണ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഭൂകേന്ദ്രത്തിൽ അതിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ചന്ദ്രനിൽ ഭൂമിയുടെ വെച്ചിട്ടുള്ള ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 1/6 ആണ്. 1/6 ആണ് ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഭൂമിയുടെ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രനിലുള്ള ഭൂമിയുടെ ജിയുടെ മൂല്യം, ഗുരുത്വാകർഷണ മൂല്യം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചിട്ട് നോക്കാം. UN മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അതായത് 1919 രൂപം കൊണ്ട് 1946 അതെന്ത് ചെയ്തത്?
പിരിച്ചുവിട്ടത്. ആ 46-ൽ അത് പിരിച്ചുവിട്ടു. അപ്പോൾ 45 ആകുമ്പോൾ എന്ത് രൂപം കൊണ്ടു? ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടു. അതുകൊണ്ടാണ് 46-ൽ അത് പിരിച്ചുവിട്ടത്. അതുണ്ടാക്കാൻ മുൻകൈ എടുത്ത രാജ്യം, എന്നാൽ അതിൽ ഒരിക്കലും അംഗത്വമല്ലാതിരുന്ന രാജ്യവുമാണ് എന്ത്? അമേരിക്ക എന്ന് പറയുന്നത്. ഈ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ ആസ്ഥാനം ജനീവയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. 1945 ഒക്ടോബർ 24-നാണ് അത് രൂപം കൊണ്ടത്. ഒക്ടോബർ 24-ആണ് അന്താരാഷ്ട്ര UN ദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ 24-ആണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക സമാധാനമാണ്. ഇതിന്റെ സ്ഥാപക അംഗങ്ങളായി ഉണ്ടായിരുന്നത് 51 രാജ്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകത്തെയാണ് UN ചാർട്ടർ എന്നറിയപ്പെടുന്നത്. നിയമപുസ്തകത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? UN ചാർട്ടർ എന്നറിയപ്പെടുന്നത്. UN-ലെ പ്രധാനപ്പെട്ട 6 ഘടകങ്ങളാണുള്ളത്. പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നാണയനിധി എന്നിവയൊക്കെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ 6 പ്രധാന ഘടകങ്ങളിൽ. അതിൽ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. 1994-ലോടെ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്. 15 ജഡ്ജിമാരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലുള്ളത്. എല്ലാ അംഗങ്ങളും ചേരുന്ന UN-ന്റെ ഘടകമാണ്. പൊതുസഭ എന്നറിയപ്പെടുന്ന UN-ന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് രക്ഷാസമിതി. UN-ന്റെ പ്രധാന ഘടകം ഏതാണ്? രക്ഷാസമിതി എന്ന് പറയുന്നത്. അതിലെ സ്ഥിരാംഗങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നിവയാണ് UN-ലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെയാണ്. 6 ഔദ്യോഗിക ഭാഷകളാണ് UN-നുള്ളത്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണവ. UN-ന്റെ ഭരണനിർവഹണ കാര്യാലയമാണ് സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്നത്. അതിന്റെ തലവനാണ് UN സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത്. UN-ന്റെ പതാകയുടെ നിറം വന്നിട്ട് ഇളം നീല നിറമാണ്. UN പതാകയുടെ നിറം ഇളം നീല നിറമാണ്. UN-ൽ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്നത് അമേരിക്കയാണ്. ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണ്? അമേരിക്കയാണ്. ഡാഗ് ഹാമർ ഫോൾഡിന്റെ പേരിലാണ് UN ലൈബ്രറി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡാഗ് ഹാമർ ഫോൾഡിന്റെ പേരിലാണ്. യുണിസെഫ്, അതായത് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി, യുണിസെഫ് നിലവിൽ വന്നത് 1946 ഡിസംബർ 11-നാണ്. അതിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഈ യുണിസെഫിനെ UN-ന്റെ ദൈവദൂതകരം എന്നറിയപ്പെടുന്നു. ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കായി നിലകൊള്ളുന്ന സംഘടനയാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്നത്. 1945 ഒക്ടോബർ 16-നാണ് ഇത് രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് അതിന്റെ സ്മരണക്കായിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത്. ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്ന് പറയുന്നത്. 1919-ലാണ് ഇത് നിലവിൽ വന്നത്. ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അതുപോലെ UN-ലെ കുറച്ച് ഏജൻസികൾ പറയാം. ലോകബാങ്ക് 1944-ലാണ് അത് രൂപം കൊണ്ടത്. അതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അന്താരാഷ്ട്ര നാണയനിധി 1945-ലാണ് രൂപം കൊണ്ടത്. അതിന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC ആണ്. അപ്പോൾ ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ലോകബാങ്ക് 44-ൽ വന്നു. അന്താരാഷ്ട്ര നാണയനിധി 45-ലാണ് വന്നത്. യുണിസെഫ് 46-ലാണ് രൂപീകൃതമായത്. ന്യൂയോർക്കാണ് ആസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. ലോക വ്യാപാര സംഘടന 1948 ജനീവയാണ് അതിന്റെ ആസ്ഥാനം. ജനീവയിലാണ് ലോക വ്യാപാര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ആസ്ഥാനമായിട്ടുള്ളത്. ജനീവയാണ്. അപ്പൊ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയും ലോക വ്യാപാര സംഘടനയും സ്ഥിതി ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത്. 1948 ഏപ്രിൽ 7-ലാണ് നിലവിൽ വന്നു പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ ദിനങ്ങളെന്ന് പറഞ്ഞു? ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16-ആണ്. ലോക ഭക്ഷ്യ കാർഷിക സംഘടന നിലവിൽ വന്നതുകൊണ്ടാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16 എന്ന് പറഞ്ഞു. ലോകാരോഗ്യ സംഘടന ഏപ്രിൽ 7-ആണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതുകൊണ്ടാണ്
ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 വന്നു പറഞ്ഞ. അതുപോലെ നമ്മൾ ഒരു പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 24 UN ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമായത്. UN അപ്പോഴാണ് സ്ഥാപിതമായത്, അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ വികസ്വര രാജ്യങ്ങൾ ചേർന്ന് രൂപം നൽകിയ ഏറ്റവും പ്രധാന സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഇതിന് മുൻകൈ എടുത്തത് ജവഹർലാൽ നെഹ്റു, സുകാർണോ, ഗമാൽ അബ്ദുൽ നാസർ, ജോസഫ് ടിറ്റോ എന്നിവരെല്ലാം ചേർന്നിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇതിന്റെ കോർഡിനേറ്റിംഗ് ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നവ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ കൂട്ടായ്മയാണ് സാർക്ക് എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. 1985 ഡിസംബർ 8 കാഠ്മണ്ഡു ആണ് ആസ്ഥാനം. ഡിസംബർ 8 നിലവിൽ വന്നത്. 1985 നിലവിൽ വന്നത്. 1999 സെപ്റ്റംബർ 26 G20 കൂട്ടായ്മ നിലവിൽ വന്നത്. G20 കൂട്ടായ്മ നിലവിൽ വന്നത് 1999 സെപ്റ്റംബർ 26 അപ്പോൾ നമ്മുടെ ക്ലാസ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായി വരികയായിരിക്കും. നമ്മുടെ എക്സാം ആകുമ്പോഴത്തേനും എല്ലാവരും പരമാവധി നന്നായി പഠിക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.